2007 മെയ് 28 രാവിലെ 11 മണിക്ക് എൻ്റെ അടക്ക് അവർ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചു. അപ്പോൾ 2 സിസ്റ്റർമാരുണ്ടായിരുന്നു. അവർ തൊടുപുഴ ഈ ബസ് നോക്കാൻ പോയതാണ്. സത്യം പറഞ്ഞാൽ ചെറുക്കനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. മുന്നേ കയറ്റി ഇറക്കി വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ബസ്സിനിട്ട് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് റിവേഴ്സ് എടുത്ത് ശരണ്യ ബസ് ഇടിക്കുക. നമസ്കാരം, ഫിനാൻഷ്യൽ ഗൈഡിലേക്ക് സ്വാഗതം. നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ശ്രീ റോബിൻ ഗിരീഷിനെ കുറിച്ച്. അദ്ദേഹം അന്ന് നമുക്ക് ആയിട്ട് പങ്കുവെക്കാനുണ്ടായിരുന്ന വിശേഷം, അദ്ദേഹം ഒരു 2 പുതിയ ബസ്സുകളും കൂടെ നിരത്തിലിറക്കുന്നു എന്നുള്ളതാണ്. അന്ന് ആ ബസ് നിരത്തിലിറക്കാൻ പോകുന്നു, അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അന്ന് പറഞ്ഞത്. നമ്മുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം പലരും ഫോണിലൂടെയും മെസ്സേജിലൂടെയൊക്കെ നമ്മളോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. അന്ന് അദ്ദേഹം ആ വീഡിയോയിൽ അദ്ദേഹം ഇങ്ങനെ കൈയെടുത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സീനിൽ ഈ ഇടത്തെ കൈയെടുത്ത് കെട്ടാനായിട്ടൊരു ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് അത് നമ്മൾ കണ്ടിരുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും തന്നെ ഇത് മനസ്സിലായിട്ടുണ്ട്. അന്ന് പലരും നമ്മളോട് മെസ്സേജിലൂടെയും ഫോണിലൂടെയൊക്കെ വിളിച്ച് ചോദിച്ചത് അദ്ദേഹത്തിന് എന്താ സ്ട്രോക്ക് സംഭവിച്ചതാണോ അതോ അപകടം വല്ലതുമായിരുന്നോ എന്ന് ചോദിച്ചവരുണ്ട്. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ എവിടെയൊക്കെയോ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ ആളുകൾ കുറച്ച് കടന്ന് നമ്മളോട് പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒരു അപകടം പറ്റിയതാണ്, സ്ട്രോക്ക് സംഭവിച്ചതൊന്നുമല്ല. ആ അപകടത്തിന് പിന്നിലും ചില കഥകളുണ്ട്. അത് നിങ്ങളെന്താ അത് ചോദിക്കാതിരുന്നത്? അപ്പം നമ്മൾ പറഞ്ഞു, നമ്മളൊരു സംരംഭകൻ എന്ന നിലയ്ക്ക് മാത്രമാണ് അദ്ദേഹവുമായിട്ട് അങ്ങനെ ഒരു സംഭാഷണത്തിന് നമ്മൾ തയ്യാറെടുത്തതും അങ്ങനെ ആ വിഷയങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്നുമാണ്. എന്നാൽ ആളുകൾ ഇങ്ങനെ കൂടെ ചോദിക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട്. ആ നിലയ്ക്കാണ് ഇന്ന് നമ്മൾ വീണ്ടും അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച തയ്യാറാക്കിയത്. നമുക്ക് ഗിരീഷ് ചേട്ടനെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമ്മുടെ ബസ്സുകൾ ഇറങ്ങിയോ? പുതിയ ബസ്സുകൾ ഇറങ്ങി. അതിൻ്റെ പെർമിറ്റിൻ്റെ കാര്യങ്ങളിലെ വർക്കുകൾ നടക്കുന്നതുള്ളൂ. 1-ാം തീയതിയോടെ തുടങ്ങാം എന്നുള്ളൊരു സെപ്റ്റംബർ 1 മുതൽ സർവീസ്. എങ്ങനെയുണ്ട്? ആളുകൾ ഇത് ഇറങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര ആവേശത്തിലാണ്. ശരി. അത് 2 വണ്ടിയുണ്ട്. ഒന്ന് ഇപ്പം ഞാൻ ഇറക്കുന്നുള്ളൂ. അതൊന്ന് ഇറക്കി നോക്കിയിട്ട് പുറകെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു വണ്ടിയുടെ പെർമിറ്റ് നമ്മൾ എടുക്കുന്നുള്ളൂ. അത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പ്രതികരണം അറിഞ്ഞിട്ട് അടുത്ത് ഇറക്കാനായിട്ടാണ്. അത് ശരി. ഇപ്പം ഞാൻ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞത് ചേട്ടൻ കേട്ടിട്ടുണ്ടാവും, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുമുണ്ട്. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തപ്പോഴേ ആളുകൾ പലരും എന്നോട് ചോദിച്ചത്, അന്ന് ചേട്ടനോട് കൈ കെട്ടി ഇങ്ങനെ നിൽക്കാനും കൈയെടുത്ത് പെരുമാറാനും ഒക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു, വീഡിയോയിൽ പലരും കണ്ടു. അപ്പം ഞാനും അതുവരെ ഓർത്തിരുന്നത് ചേട്ടന് എന്തോ ഒരു സ്ട്രോക്ക് സംഭവിച്ചതാണ് എന്നുള്ളതാണ്. പക്ഷേ വീഡിയോ കണ്ടിട്ട് പലരും നമ്മളോട് വിളിച്ച് പറഞ്ഞ് അത് പുള്ളിക്കൊരു സ്ട്രോക്കൊന്നുമല്ല സംഭവിച്ചത്, പുള്ളിക്കൊരു ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. ശരി. വേറെ ചിലർ വിളിച്ച് പറയുന്നു ആക്സിഡൻറ്റ് അത് ഒരു സ്വാഭാവിക അപകടം അല്ലായിരുന്നു, അതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ കഥകളുണ്ട്, പുള്ളി ഒരു ഫൈറ്ററാണല്ലോ, പുള്ളിക്ക് അതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ കഥകളുണ്ട്. അപ്പോൾ ചേട്ടനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ വേറെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ടാണ് ചേട്ടൻ്റെ കുറച്ച് വ്യക്തിവിശേഷങ്ങളിലേക്കും കൂടെ കടക്കാം എന്ന് കരുതിയത്. അപ്പം ഇത് എങ്ങനെ ചേട്ടൻ്റെ ആ ഒരു കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ്? ഇത് 2005 കാലഘട്ടത്തിൽ ഞാൻ ബസ് സർവീസുമായിട്ട് നല്ലൊരു ഇതിൽ നിൽക്കുന്ന സമയം. ആ ഒരു സമയത്ത് ഉണ്ടായ ഇത്, ഞാൻ ആദ്യം ഈ മാതൃസംഘടനയിൽ ഒരു മെമ്പർഷിപ്പ് ചോദിക്കും. ഈ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഉണ്ടല്ലോ, അതിൽ ഞാനൊരു മെമ്പർഷിപ്പ് ചോദിച്ചപ്പം അവർ തരില്ല. എനിക്കെന്തോ യോഗ്യതക്കുറവുണ്ടെന്നാണ് അവർ പറയുന്നത്. യോഗ്യതക്കുറവ് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ ഞാൻ വിളിച്ച് ചോദിക്കും. മാതൃസംഘടനയുടെ പേരെന്തായിരുന്നു? പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അതിപ്പോഴും സജീവമായിട്ടുണ്ട്. അന്ന് ഇവർ മെമ്പർഷിപ്പ് തരില്ല എന്ന് പറഞ്ഞ പുറകെ ഒരു ബസ് ചാർജ് കൂട്ടുന്നതിനോടനുബന്ധിച്ച് ഒരു സമരം പ്രഖ്യാപിച്ചു. ശക്തമായ സമരമാണ്. എത്ര ദിവസത്തെ സമരമായിരുന്നു? 17 ദിവസത്തെ സമരമാണ്. ഞാനതിൽ 17 ദിവസവും സർവീസ് ഞാൻ നടത്തി. അപ്പം നടത്തിയപ്പോൾ 16ാമത്തെ ദിവസം KSRTC ആയിട്ട് ചർച്ചയിലെല്ലാം ധാരണയിലായി ബസ് ചാർജ് കൂട്ടാൻ പോവാണ് എന്ന് ഒരു പത്രസമ്മേളനത്തിൽ എന്നോട് മനോരമയുടെ ആൾക്കാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂട്ടുമായിരിക്കും, എനിക്കറിയില്ല. അവർ സമരം ചെയ്ത് വാങ്ങുന്ന ആനുകൂല്യം നിങ്ങൾ വാങ്ങുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, എനിക്ക് ഈ ചാർജിലും സർവീസ് നടത്താം, എനിക്കതിന് തടസ്സമില്ല, ബസ് ചാർജ് കൂട്ടേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ പോളിസിയിൽ നിന്ന്. അപ്പോൾ അതൊരു ഭയങ്കര പ്രശ്നമായി. ആ പ്രശ്നം ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഈ സംഘടനയുടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് ഹിഡൻ അജണ്ടയാണ്. എന്ത് നടന്നാലും ബസ് ചാർജ് കൂട്ടണം, ഇത് അവരുടെ പോളിസിയാണ്.
ഈ ബസ് ചാർജ് കൂട്ടും തോറും ബസ്സിൽ നിന്ന് മനുഷ്യൻ യാത്ര ഒഴിവാക്കിയിട്ട് പോവുകയാണ് എന്ന് മനസ്സിലാക്കാതെ മറ്റു കാര്യങ്ങൾ മറ്റ് ചിലവുകൾ കുറയ്ക്കാനുള്ള വഴികളല്ലേ നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു ചിന്താഗതിയാണ് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. എന്തായാലും ബസ് ചാർജ് കൂട്ടിയില്ല. അപ്പോൾ അവർക്കൊരു വാശിയായി എന്നെ ഇതിൽ നിന്ന് മാറ്റിക്കളയണം. അപ്പം മാറ്റിക്കളയണമെങ്കിൽ എന്ത് ചെയ്യണം, എൻ്റെ വണ്ടികൾ വാങ്ങിയെടുക്കണം. അപ്പോൾ അതായത് ചേട്ടനെ ഒരു ബസ് ഉടമ അല്ലാതാക്കണം. അപ്പോൾ അതിനു വേണ്ടി അവർ കണ്ടമാനം പ്രയത്നിച്ചു. അപ്പോൾ ആ പ്രയത്നിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടാണ് അവർ ചെയ്തത്. എന്നാൽ ആദ്യം എനിക്ക് ഫിനാൻസിൽ ബാങ്കുകളിലെ ഫിനാൻസുകളിലൊക്കെ നമുക്ക് അറിയാലോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന അത് അവരങ്ങ് ടൈറ്റ് ചെയ്യിപ്പിച്ചു. കാരണം ഇവർ വലിയ സംഘടനയാണ്. കാരണം ബാങ്കുകൾ അവർക്ക് കൂട്ടുനിന്ന് കൊടുക്കും. അവർ ഭയങ്കരമായിട്ട് പ്രഷർ ചെലുത്താണ് അന്ന്, താങ്ങാൻ പറ്റാതെ വന്നു. അപ്പോൾ ലാസ്റ്റ് കൊടുക്കണം, എൻ്റെ കയ്യിൽ നിന്ന് ഈ വണ്ടികൾ പിടിച്ചെടുത്തുകൊണ്ട് പോകണം അവർക്ക്. കാരണം എന്നാലേ എന്നെ ഇവിടുന്ന് മാറ്റണമല്ലോ. അപ്പം ഞാൻ അതൊക്കെ ഒരു തരത്തിൽ തരണം ചെയ്ത് വന്നപ്പം പിന്നെ ബസ് വാങ്ങിക്കുക എന്നുള്ള പോളിസിയായിട്ട് ഒരു ബസ് ഉടമ വരികയാണ്. വലിയ വലിയ വിലകൾ പറയുന്നു. ആ ബസ് ഉടമ ആരായിരുന്നു? ശരണ്യ മനോജാണ്. പേരെടുത്ത് പറയാതിരിക്കുന്ന ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യനും അറിയാം. പിന്നെ അത് കൈക്കലാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ പിന്നെ പുള്ളി വിലപറച്ചിലായി. പിന്നെ അതിൻ്റെ കൂടെ പുതിയൊരു പെർമിറ്റ് ഇടുന്നു. പുള്ളി പുതിയ സമയം മാറ്റി അതിൻ്റെ മുന്നിലും പുറകിലും ഒക്കെ പെർമിറ്റുകൾ കൊണ്ടുവരുന്നു. നമുക്കത് ബുദ്ധിമുട്ടുണ്ടായി. അപ്പം നമ്മളെന്നും ടൈം പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് നിർബന്ധമുള്ളത്. അപ്പോൾ ഇതിനും മാത്രം ബസ്സുകളൊക്കെ പുള്ളിക്കുണ്ടോ? ഇങ്ങനെ നമുക്ക് മുമ്പേയും പുറകെയൊക്കെ പെർമിറ്റ് ഇടാൻ മാത്രമൊക്കെ ഉള്ള അതിനുള്ള സംവിധാനമുണ്ട്. അന്ന് ഇഷ്ടംപോലെ ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടു. അതങ്ങനെ വഴക്കായി. അപ്പോൾ ആ വഴക്കിനോടനുബന്ധിച്ച് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഡേറ്റ് പറയാം, കഴിഞ്ഞ 2007 മെയ് 26-ാം തീയതി മെയ് 26-ാം തീയതി എൻ്റെ ബസ്സിനിട്ട് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് റിവേഴ്സ് എടുത്ത് ശരണ്യ ബസ് ഇടിക്കുക. അപ്പോൾ റിവേഴ്സ് എടുത്ത് ഇടിച്ചു. ഒപ്പം ഓടി വന്നിട്ട് വണ്ടി സ്റ്റാൻഡിൽ നിർത്തിയിട്ട് റിവേഴ്സ് എടുത്ത് ഇടിച്ചിട്ട് അവർ പിന്നെ അങ്ങ് വിട്ടുപോയി. അപ്പോൾ അത് കേസാക്കരുത്, അത് ബോധപൂർവ്വം ഒരു വഴക്കിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു. അപ്പോൾ അന്നിരുന്ന ഇടുക്കി SP ചെല്ലപ്പൻ സാർ ചെല്ലപ്പൻ എന്ന് പറഞ്ഞ SP ആയിരുന്നു. പുള്ളി കർശനമായിട്ട് ഇത് കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ മനോജ് എന്ന് പറഞ്ഞ വ്യക്തി തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, വണ്ടിയുടെ പണി ഞാൻ ചെയ്തു തന്നോളാം ഗിരീഷ്, ഞാൻ അറിഞ്ഞല്ല ഈ സംഭവം, ഞാൻ അറിഞ്ഞല്ല, വണ്ടി ഞാൻ പണിത് തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി അപ്പോൾ എൻ്റെ ഒരു അല്പ സാമ്പത്തിക ബുദ്ധിമുട്ട്, ചെറിയ സാമ്പത്തിക ലാഭം ഞാൻ നോക്കി. അദ്ദേഹം തന്നെ എനിക്ക് വണ്ടി പണിത് തന്നു. വലിയ ഡാമേജ് അന്ന് സംഭവിച്ചായിരുന്നു. ഫ്രണ്ട് മുഴുവൻ ഇതായിരുന്നു. ഒരു ദിവസത്തെ പണി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം മനോജിനോട് ഞാൻ പറഞ്ഞു, അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഇനി ആ ഡ്രൈവറെ വഴിക്ക് വിടരുത്, വെറുതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി. ഈ 2 മിനിറ്റ് മുന്നപ്പുറയിലാണ് ഇത് ഓടുന്നത്. അപ്പോൾ അത് പുള്ളി പറഞ്ഞ് ഞാൻ ഏറ്റു, ഇനി പറ്റില്ല. പുള്ളി രാവിലെ ഒരു 7:30 ആയപ്പോൾ എന്നെ വിളിക്കുക, ഞാൻ അറിഞ്ഞില്ല, ഇന്ന് ആ ഡ്രൈവർ പോകുന്നിട്ടുണ്ട്, ഗിരീഷ് ഒരു കാര്യം ചെയ്തു, ആ ബസ് അവിടെ നിർത്തിച്ച് എടുത്ത് വീട്ടിലിട്ടേക്കാൻ പറഞ്ഞു. അതിലെ യാത്രക്കാരെ ഗിരീഷിൻ്റെ വണ്ടിയെ കയറ്റി കൊണ്ടുപോകും, എൻ്റെ ബസ് അവിടെ കിടന്നോണ്ട് ഗിരീഷ് വണ്ടി അവിടെ എടുത്തിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ റോഡിൽ വന്നതാണ്. അന്നേരമാണ് ഈ ഡ്രൈവർ തന്നെയാണ്, ഈ ഡ്രൈവർ വന്ന് എൻ്റെ കാറിൻ്റെ സൈഡ് വെച്ച് ഒറ്റയിടിയാണ്. അപ്പോൾ നമ്മൾ കാറിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കാറിൽ സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യുമ്പോൾ കാറിൻ്റെ മൂലയ്ക്ക് ഇതെവിടെ വെച്ചാ സ്ഥലം? ഇടമറുകുന്നത് എൻ്റെ വീടിൻ്റെ അവിടെ തന്നെയാണ്. അപ്പോൾ അത് ഇടിച്ചിട്ട് അങ്ങ് പോയി. അപ്പം ഞാൻ അന്നേരം എൻ്റെ കയ്യിൽ ഒരു ബൈക്കായിരുന്നു കിട്ടിയത്. ഞാൻ ആ ബൈക്ക് എടുത്ത് പുറകെ പോയി. അപ്പോൾ ഇവർ കുറേ മത്സരിച്ച് ഈ സിനിമയിലൊക്കെ കാണുന്നവർ കുറേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടിച്ചും ഒക്കെ നോക്കുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് ഇതിന് ഓട്ടയ്ക്ക് ഇത് കയറിയും ഇത് ഒറ്റ വെട്ടിച്ചു. ഇത് ബാക്കിലത്തെ വാല് വന്ന് ഈ ഹാൻഡിലിൽ അടിച്ചിട്ട് ഞാൻ തെറിച്ചു പോയി. തെറിച്ച് പോയപ്പം പിന്നെ എനിക്ക് ബോധമൊന്നുമില്ലായിരുന്നു. ഒരു ഓട്ടോറിക്ഷയ്ക്കിട്ട് ചെന്ന് അടിച്ചു, ബോധമില്ല. അപ്പം അവിടെ നിന്ന് തന്നെ എടുത്ത് ആശുപത്രിക്ക് കൊണ്ടുപോയി. അപ്പം ഇവർ ഞാൻ മരിച്ചു എന്നും പറഞ്ഞ് ഒത്തിരി പ്രചാരണങ്ങളും അസോസിയേഷനൊക്കെ ആഘോഷങ്ങളൊക്കെ ഒത്തിരി നടത്തി തന്നു. മാത്രമല്ല എൻ്റെ ഒരു ചിറ്റപ്പനുണ്ട്, അങ്ങേരാണ് മീനച്ചി താലൂക്കിൻ്റെ പ്രസിഡന്റ് അന്നും അതെ ഇന്നും അതെ അസോസിയേഷൻ്റെ. അങ്ങേരാണ് എനിക്ക് മെമ്പർഷിപ്പിൻ്റെ ഇഷ്യൂ തടസ്സം വിട്ടതെന്ന്. പുള്ളി എന്നോടുള്ള പിണക്കമാണ് ആ തീർത്ത്. അപ്പോൾ അസോസിയേഷൻ്റെ പേരിൽ എൻ്റെ പോസ്റ്റ്മോർട്ടം എന്ന സമയത്ത് ചെയ്ത് കിട്ടും.
ഇന്ന സമയത്ത് മരിച്ചു അവർ തീർപ്പിച്ചു. തീർത്ത് മെയ് 28 2007 മെയ് 28-ാം തീയതി രാവിലെ 11 മണിക്ക് എൻ്റെ അടക്ക് അവർ നിശ്ചയിച്ച് പ്രഖ്യാപിച്ചു. പക്ഷെ ഞാൻ അവിടെ നിന്ന് ഏറ്റു പോകുന്നു. ഞാൻ അന്നും അവരോട് പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ നഖവേലും വെച്ച് ഇരിപ്പുണ്ടെങ്കിൽ ഇതിന് മറുപടി എൻ്റെ കൈ കൊണ്ടൊന്നുമല്ല, ഇത് ഞാൻ തരും. കാരണം ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്. എൻ്റെ മുന്നിൽ പുള്ളിക്ക് 2 മിനിറ്റ് മുന്നിൽ ഒരു പെർമിറ്റ് വെക്കണം. എൻ്റെ ബസ് ഭംഗിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ 2 മിനിറ്റ് അതിൻ്റെ കൂടെ തന്നെ പെർമിറ്റ് വേണമെന്നുള്ളത് ഈ പറഞ്ഞ ശരണ്യ ബസ്സുകാരൻ്റെ വാശി. അപ്പോൾ അത് ഞാൻ മസിൽ പിടിച്ചുകൊണ്ട് 2 മിനിറ്റ് പുറയില്ല അവനെ കിട്ടിയത്. ഇപ്പോഴും ഈ മത്സരമാണ് ഓട്ടം നടക്കുന്നത്. ഇത് സൈനുദ്ദീൻ എന്നും പറഞ്ഞൊരു ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോൾ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്നൊരു വക്കീലുണ്ട്, സൈനുദ്ദീൻ. ഇയാളായിരുന്നു അന്ന് മൂവാറ്റുപുഴ RTO. ഇയാളാണ് ഈ കൊടുംചതികൾ മുഴുവൻ ചെയ്തത്. കാരണം ഇയാൾ ചെയ്തത് എന്നാന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയെ തകർത്ത് ഇവർക്കത് മേടിച്ചു കൊടുക്കണം. ഇത് മുഴുവൻ അസോസിയേഷൻ്റെ അജണ്ട, അല്ലാതെ മനോജ് ഇത് ഏറ്റെടുത്ത് മനോജ് വില കൊടുത്താണല്ലോ അത് മേടിച്ച് എന്നെ ഒഴിവാക്കി വിടാനാണ് വന്നത്. പക്ഷെ അസോസിയേഷൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ നിശബ്ദനാവണം. പക്ഷെ ഞാൻ ഇത്രയൊക്കെ ആയി ഇങ്ങനെ വന്നു കഴിഞ്ഞ് കുഴപ്പമില്ലാതെ ഞാൻ ഭംഗിയായിട്ടൊക്കെ പോകുന്നു. പിന്നെ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ സാമ്പത്തികപരമായിട്ടൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു. ഞാൻ 5.5 വർഷം കട്ടിലെ തന്നെ ആയിപ്പോയി. പക്ഷെ എന്നാലും ഇത് ഏറ്റു നടക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. അപ്പോൾ എന്നെ ചികിത്സിച്ച് ഡോക്ടർ ലാസ്റ്റ് 7ാമത്തെ ഓപ്പറേഷൻ എൻ്റെ ഹിപ്പിന് ചെയ്തിട്ട് ഡോക്ടർ പറയുന്നു, അന്ന് എന്തൊക്കെയാണ് ഫ്രാക്ചറുകൾ സംഭവിച്ചത്? എൻ്റെ കൈയുടെ സ്വാധീനം പോയി, പറ്റപ്പോയി. പിന്നെ ഹിപ്പ് ജോയിൻറ്റ് പൊട്ടിപ്പോയി. ഹിപ്പിൻ്റെ അവിടെ നിന്ന് ആ ബോൾ ജോയിൻറ്റ് ഇടിച്ച് പൊങ്ങിപ്പോയാണ്. അപ്പോൾ അതൊരു 7 ഓപ്പറേഷൻ ചെയ്തിട്ടും ഇൻഫെക്ഷനായി അടിച്ചില്ല. അപ്പോൾ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് എന്നെ ഓപ്പറേഷൻ ചെയ്താലും ഒരു 2 മാസം കഴിയുമ്പോൾ അത് പഴുത്തങ്ങ് പോകും. അങ്ങനെ ലാസ്റ്റ് ഇംപ്ലാന്റ് ഇട്ട് ഇനിയും പോയാൽ കാല് മുറിക്കേണ്ടി വരും ഇവിടെ വെച്ചെന്ന് പറഞ്ഞപ്പം പിന്നെ അത് എടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. നടക്കേണ്ടതല്ല, എനിക്ക് ഓടണമായിരുന്നു. അത് ഞാൻ ഓടി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൈക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പരിക്കിന് കുഴപ്പമെന്താണെന്ന് വെച്ചാൽ 24 മണിക്കൂറും ഇങ്ങനെ ചുളിയുൾത്തോണ്ടിരിക്കും ഈ കൈക്ക്. അപ്പോൾ ഈ വേദന നമുക്ക് സഹിക്കാൻ മേല. പ്രത്യേകിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നമുക്ക് ഒരു പല്ലുവേദന ഉണ്ടായാൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഉറങ്ങാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ഐസ് വെച്ചിട്ട് ഐസ് കെട്ടക്കകത്ത് വെച്ചുകൊണ്ടാണ് പലപ്പോഴും വീട്ടിൽ നിന്ന് രാവിലെ 5ഉം 10ഉം പാക്കറ്റ് ഐസ് കെട്ട് എടുക്കും. എന്നിട്ട് ഐസ് കെട്ട് ഓരോന്നോരോന്ന് തലവണ മടി വെച്ചിട്ട് കൈ ഇത്തൽ വെച്ച് കൊണ്ടുനടക്കും. എന്തിനിങ്ങനെയൊക്കെ നടക്കുന്നു? പക്ഷെ ഞാൻ ഇന്നാലും ഒരു നാണക്കേടായിട്ടൊന്നും കൂട്ടില്ല. എനിക്ക് ഇത്ര ഉണ്ടല്ലോ എന്ന് ഞാൻ കണക്കൂട്ടില്ല. ആ കയ്യിൽ ഐസ് വെച്ച് നടന്ന് അപ്പം വേദനയ്ക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടും. ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഐസ് വെക്കാതെ ആലോചിക്കണം, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഡോക്ടറും പറഞ്ഞു ഇങ്ങനെ പരിക്ക് പറ്റിയ ആൾക്കാർ സാധാരണ 6-7 വർഷത്തിൽ കൂടുതൽ ഇരിക്കാറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ. വേദന വരാറുണ്ട്. ഞാൻ ആ വേദന അത് അടുത്ത മൊമെൻറ്റിൽ നമ്മൾ വേറെ എന്തെങ്കിലും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മളിത് മറന്നു പോകും. അപ്പോൾ വീണ്ടും നമ്മൾ ആ അപകടത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇങ്ങനെ ശരണ്യ മനോജ് വിളിച്ചിങ്ങനെ പറയുന്നു, ഇന്ന് വണ്ടി വരുന്നുണ്ട്, അപ്പം അവരെ ഇറക്കി വിട്ടിട്ട് നിങ്ങളുടെ വണ്ടിയെ കയറ്റിക്കോ എന്ന് പറയുന്നത്. പക്ഷേ മനോജും കൂടെ അറിഞ്ഞുണ്ടായ ഒരു ആക്സിഡൻ്റ് ആണോ അത്? എനിക്ക് അങ്ങനെയല്ലേ കരുതാൻ പറ്റുള്ളൂ. അല്ല, പുള്ളി രാവിലെ വിളിക്കുന്നു, സ്വാഭാവികമായിട്ട് വിളിക്കുന്നു പുള്ളി. പിന്നീട് എന്നോട് വന്ന് പറയുന്നത് ആ ബസ്സിൽ 2 സിസ്റ്റർമാരിരിപ്പുണ്ടായിരുന്നു. അവർ തൊടുപുഴയ്ക്ക് യാത്ര ചെയ്ത റാന്നിയിൽ നിന്ന് കയറിയതാണ്. അവർ ഒരു സ്കൂൾ ബസ് വാങ്ങാൻ വേണ്ടി തൊടുപുഴയ്ക്ക് പോയതാണ്. അങ്ങനെയാണ് ഇതൊരു പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത് പോലും ഞാൻ മനസ്സിലാക്കുന്നത്. എന്താ വെച്ചാൽ ആ സിസ്റ്റർമാരാണ് പറഞ്ഞത് ഇതെല്ലാം ഇങ്ങനെയൊക്കെയാണ് നടന്നത്. എന്നാ വെച്ചാൽ വണ്ടിയെ റാന്നിയിൽ നിന്ന് കയറിയപ്പോൾ പോലെ ആ കയറിയ ആൾക്കാരെല്ലാം വേറെ വഴിക്ക് ആരും കയറിയിട്ടൊന്നുമില്ല. വണ്ടിയെ 10-15 പേരുണ്ട്. പക്ഷെ അതൊക്കെ ഇവരുടെ ഗുണ്ടകളൊക്കെ തന്നെയായിരുന്നു. ഇവരുടെ ആശ്രിതരും താല്പര്യക്കാരും ഒക്കെ ആയിരിക്കാം. വേറെ പാസഞ്ചേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ 2 സിസ്റ്റർമാരുണ്ടായിരുന്നു. അവർ തൊടുപുഴ ഈ ബസ് നോക്കാൻ പോയതാണ്. എന്നിട്ട് ഇവർ എൻ്റെ വണ്ടിയെ തട്ടിയിട്ടും ഇവർ നിർത്താതെ പോയി അവർ തൊടുപുഴ ചെന്ന് ഇറങ്ങിയപ്പം ഈ സിസ്റ്റർമാരെ
അവിടെ വണ്ടി എടുക്കാൻ ചെന്നിടത്ത് പറഞ്ഞു ഞങ്ങൾ ഇന്നൊരു അപകടം കണ്ടു, അത് സത്യം പറഞ്ഞാൽ ചെറുക്കനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പം കണ്ടക്ടർ വന്ന് ഡ്രൈവറോട് പറയുന്നുണ്ട് മുന്നേ കയറ്റി ഇറക്കി വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് എന്നെ ബൈക്കും കൊണ്ട് പുറകെ വരും, വന്നാൽ മുന്നേ കയറ്റിയിട്ട് ഇടിച്ച് കയറ്റി ഇറക്കിക്കോണമെന്നാണ് പറഞ്ഞത്. ദേഹത്തോടെ കയറ്റി ഇറക്കണം. അങ്ങനെ കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞത് ഈ സിസ്റ്റർമാർ കേട്ടു. ഈ സിസ്റ്റർമാർ അവിടെ ചെന്ന് ഈ വണ്ടി എടുക്കാൻ ചെന്നപ്പം അതിൻ്റെ ബ്രോക്കർമാരും ഒക്കെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ കണ്ടതാ, ഞങ്ങൾ കേട്ടതാ, ഇതെല്ലാം ഇവർ പറഞ്ഞു. ഈ ബ്രോക്കർമാരാണ് പിന്നീട് എന്നോട് പറയുന്നത് ഇത് ഇങ്ങനെയായിരുന്നു സംഭവം, ഇത് പ്ലാൻഡാണ്. ബ്രോക്കർമാരിൽ ഒരാൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പുള്ളി പിറവംകാരനാണ്, പുള്ളി ഇപ്പോഴും ജീവിച്ചിരിക്കും. പുള്ളിക്ക് ഷൂറൊക്കെ കൂടി കണ്ണൊന്നും കാണാൻ മേലായിരിപ്പുണ്ട്. പക്ഷേ പുള്ളി പറഞ്ഞാണ് ഞാൻ ആദ്യം ഇത് അറിയുന്നത് ഇത് പ്ലാൻഡ് ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഇവരെന്ത് വേണമെങ്കിലും പ്ലാൻ ചെയ്തോട്ടെ, ഞാൻ മിച്ചമുണ്ടല്ലോ. ആ നേരം കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ 8:30 അപകടം ഉണ്ടാകുന്നു. ഒരു 10 മണിക്കുള്ളിൽ എൻ്റെ അടക്കിൻ്റെ സമയം വരെ പോസ്റ്റ്മോർട്ടം ചെയ്ത് 2 മണിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടും. എൻ്റെ അടക്ക് പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് വെച്ചു. ഇതെല്ലാം നടത്തിയത് എൻ്റെ ചിറ്റപ്പനാവട്ടോ, മറ്റേ റോബിൻകാരനാണ്. ഇത് നമ്മളതിൻ്റെ അകത്ത് ഉള്ളത് പറയാതിരിക്കണ്ടേ, നമ്മൾ ആരുടെയും പേര് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇതൊന്നും ഇല്ലാത്ത കാര്യങ്ങളല്ല. ഇല്ല, ഇത് ഈ പറഞ്ഞതൊക്കെ തെറ്റാണെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അവർ തെളിയിക്കണം. ഒരു ആക്സിഡന്റ് കേസ് ആകുമ്പോൾ ഒരു പോലീസ് അന്വേഷണമൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഇതിൽ അന്വേഷണം ഉണ്ടായില്ലേ? ഇതിൽ അന്വേഷണം ഉണ്ടായി. ആദ്യം പോലീസ് എന്നെ വണ്ടി ഇടിച്ചു, ഇങ്ങനെ തെറിപ്പിച്ചു, അങ്ങനെ FIR ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം, ഈ 2007 കാലത്ത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ട് ഒരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായാൽ രാവിലെ 8:30 നടന്ന ആക്സിഡൻറ്റിന് 10 മണിക്ക് ആയപ്പം കോട്ടയത്തുനിന്ന് ഫോറൻസിക്കുകാർ ഈരാറ്റുപേട്ട വന്നു കഴിഞ്ഞു. അവർ വന്ന് ഏതാണ്ടൊക്കെ എക്സാമിൻ ചെയ്തിട്ട് വന്നു, ബസ്സേ ബൈക്ക് തട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഞാൻ അബോധാവസ്ഥ കിടക്കുക. അന്നേരമാണ് ഇവിടെ പെട്ടെന്നാണ് എല്ലാം ടക്കേന്ന് കാര്യങ്ങൾ അവർ ചെയ്തു. കഴിഞ്ഞാൽ എനിക്ക് ഇൻഷുറൻസ് കാശ് ഒരു കാരണവശാലും കിട്ടരുത്, അങ്ങനെ പോലും പുള്ളി രക്ഷപ്പെടരുത്. അപ്പോൾ അതിന് ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ആ ആക്സിഡൻറ്റ് അവർ ബി ചാർജ് പോലീസ് കൊടുത്തു. ആദ്യത്തെ FIR ഇട്ടത് അവർ വണ്ടി ഇടിച്ചു ഇങ്ങനെ പോയി എന്നുള്ളതാണ്. ബി ചാർജ് കൊടുത്തതെന്നാന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഈ തട്ടിയിട്ട് പോയ ശരണ്യ ബസ് കത്തിക്കാൻ പെട്രോളുമായി ഞാൻ ബൈക്കിൽ പുറകെ പോയപ്പോഴാണ് അപകടം ഉണ്ടായത്. അങ്ങനെ അത് വളച്ചൊടിച്ചു. അങ്ങനെ അപ്പോൾ അത് എന്നോട് ചോദിക്കണ്ടേ, എന്നോട് എൻ്റെ ഒരു മൊഴി എടുക്കണ്ടേ. ആ മൊഴിയെടുക്കൽ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു മൊഴിയെടുക്കലൊന്നും ഉണ്ടായില്ല. എന്തായാലും ഞാൻ പ്രതിയാക്കി. ഞാനും അതിൻ്റെ അകത്ത് ഒന്നേ കണ്ടുള്ളൂ. ചാവേറാണെന്ന് അന്ന് അവർ തീരുമാനിച്ചെങ്കിൽ എന്നാൽ പിന്നെ എന്നും ചാവേറായിട്ട് തന്നെ ഓടാം. നാട്ടിലെന്തെങ്കിലും നടക്കുമെന്ന് നമുക്കൊന്നും അറിയണ്ടേ, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ തൻ്റെ ഇടം. എന്നിട്ട് ഈ കേസിൻ്റെ അവസാനം എങ്ങനെയായിരുന്നു? കേസിൻ്റെ അവസാനം തെളിവില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രൈവറെ കൊല്ലാൻ ചെന്നു എന്നുള്ളതായിരുന്നു. ആ ഡ്രൈവർ ഇന്ന് വരെ ഈ ഭൂമിയിൽ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഈ കന്യാസ്ത്രീമാർ ഇതിന് 2 പേരെ ഇന്ന് ദൃക്സാക്ഷികളാണെന്ന് പറഞ്ഞു. പിന്നീട് അവർ തൊടുപുഴ ചെന്ന് കഴിഞ്ഞപ്പം പിറവങ്കാരനൊരു ബ്രോക്കർ സംസാരിച്ചു എന്ന് പറയുന്നു. ഒന്നും മൊഴി പോലീസ് എടുത്തിട്ടില്ല. നമ്മളത് കഴിഞ്ഞ് അന്ന് മധ്യമേഖല IGക്ക് ഞാനിത് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അപ്പം അന്നേരത്തേക്കും ഇത് വന്ന് ഇൻവെസ്റ്റിഗേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോഴും പോലീസ് ആദ്യത്തെ തന്നെ എഴുതി വെച്ചു. നമ്മളോടൊരു മൊഴി എടുക്കുമോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പോലീസ് ചെയ്തില്ല. പുനരന്വേഷണത്തിലേക്ക് വന്നത് കോടതിയെ വല്ല സമീപിച്ചിട്ടാണ്. IG ആണ് ഇത് റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്നത്. പക്ഷെ എന്നിട്ട് അവർ കൊടുത്ത റിപ്പോർട്ട് പഴയത് തന്നെ കൊടുത്തു. കാരണം വഴക്കുണ്ടായതാണെന്നും ഇങ്ങനെ ഇതാണെന്നും പറഞ്ഞു. അതുകൊണ്ട് എന്ത് വേണ്ടി നമുക്ക് ക്ലെയിം ഒന്നുമില്ല, ₹1 പോലും കിട്ടിയില്ല, ക്ലെയിം ഒന്നുമില്ല. ഈ ചെലവുകളൊക്കെ ഇപ്പം ഇത്രയും ഭാരിച്ച സർജറികളും കാര്യങ്ങളും ഒക്കെ നടന്നി. അപ്പം ഒരു സംരംഭകനാണ്, ഒരു ബസ് ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളാണ്. ഈ ചെലവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തിയത്? ആശുപത്രി ചെലവുകളും അന്നത്തെ എൻ്റെ സർവീസിൻ്റെ ഗുണമാണത്. എൻ്റെ ഗുണമാണ് പക്കായിട്ട് ഞാൻ പറയും. എന്നുവെച്ചാൽ എൻ്റെ സർവീസുകൾ അത്രയും എനിക്ക് ഫീസിബിളായിരുന്നു. എൻ്റെ ബസ് സർവീസിൻ്റെ പണം കൊണ്ട് തന്നെയാണ് എൻ്റെ ചികിത്സ നടന്നത്. അന്നത്തേക്ക് എൻ്റെ ഈ അച്ഛൻ്റെ അനിയനുണ്ടല്ലോ, പുള്ളിയാണല്ലോ ഇതിൻ്റെ എതിർവശം പിടിക്കുന്നത്. പുള്ളി എന്നെ തളർത്താൻ വേണ്ടിയില്ല, എൻ്റെ സർവീസുകളില്ലെന്ന് ഞാൻ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എങ്ങനെയും ചെതറിച്ചേ പറ്റുള്ളൂ. എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു തന്നു. അതിൽ നിന്നൊക്കെ ഞാനൊരു കാര്യം പഠിച്ചു, നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ കളത്തിൽ ഇറങ്ങിയേ പറ്റൂ. ഞാൻ സ്ട്രോങ് ആയിട്ട് കളത്തിലിറങ്ങി. ഈ പറഞ്ഞ എതിർത്തന്മാരൊക്കെ കളത്തിൽ നിന്ന് കയറുകയും ചെയ്തു.
എനിക്കത് തന്നിടത്തോടെ പറയാം. ഒരു അകന്ന രക്തബന്ധമൊന്നുമല്ല. അച്ഛൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ അത്രമേൽ അച്ഛനോളം തന്നെ വേണ്ടപ്പെട്ട ഒരാളാണ്. അതെ. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇപ്പം ഈ ഗിരീഷിനോട് ഇത്രയൊരു ഒരു ഒരു ഇത് തോന്നാൻ കാര്യം? അത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാണ്, ഞാൻ ലോയ്ക്ക് പഠിച്ചിരുന്നുള്ള പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നാണ് ഈ കളത്തിലേക്ക് ഞാൻ ഇറങ്ങിയത്. അപ്പം അദ്ദേഹത്തിന് എന്നും ഞാനൊരു ഗുണ്ടയായിട്ട് നിൽക്കണമായിരുന്നു. അദ്ദേഹമായിട്ട് പിണങ്ങുന്നത് തന്നെ ഈ അസോസിയേഷന് വേണ്ടിയാണ്. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? തൊമ്മച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നെ വിളിച്ചിട്ട് ഇവിടെ കോട്ടയത്തെ അസോസിയേഷൻ്റെ മീറ്റിംഗ് നടക്കുമ്പോൾ എന്നോട് പറയുന്നു, അന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവറായിട്ട് നിൽക്കണം, ഒരു ഗുണ്ടയായിട്ട് കയ്യാള്. അപ്പോൾ എന്നോട് അന്നത്തെ പ്രസിഡന്റിനെയും അസോസിയേഷൻ പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും തല്ലണം, ഇതാണ് പുള്ളിയുടെ ആവശ്യം, അടിക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഞാൻ എന്തിനടിക്കണം, ഞാനുമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇങ്ങാർക്കിന് ചില പേഴ്സണൽ വാശികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പോകുന്നത്. ഞാനത് പോയില്ല. അതാണ് പുള്ളിയെ എന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ എതിർത്തത്. വേറെ ഒരു കാരണവുമില്ല. പിന്നെ പുള്ളി കുറെ പണം എൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എത്ര? ഒരു അന്നേ കാലത്ത് ഒരു 18 ലക്ഷം രൂപ. 18 ട്രാൻസ്ഫർ ചെയ്ത് ബൈ ക്യാഷ് ആയിട്ട് മേടിച്ചത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലോറി തെളിവും പുള്ളിക്ക് അറിയാം. പുള്ളിക്ക് അല്ലാതെ വേറെ പുള്ളിയുടെ എഴുതി ഒപ്പിട്ട് മേടിച്ചിട്ടൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. വീട്ടിലും അറിയാം, പുള്ളിക്കും അറിയാം, എല്ലാവർക്കും അറിയാം, കൊടുത്തതാണ്. അത് എനിക്കൊരു ലോറി ഉണ്ടായിരുന്നു. ആ ലോറിയിൽ നിന്നായിരുന്നു എൻ്റെ വരുമാനം. ഒരു 4 വീൽ ലോറിയാണ്. അത് കൂപ്പിലോടും അത് കാശ് വേണം. അത് മുഴുവൻ പുള്ളി വാങ്ങിയെടുത്തിട്ട് ആ ഒരു പണം തിരിച്ചു തരാതിരിക്കുക എന്നുള്ളതായിരുന്നു പുള്ളിയുടെ വേറൊരു ലക്ഷ്യം. അപ്പം അതിന് പുള്ളി ഈ ലോകത്തുള്ള എല്ലാവരുമായിട്ട് എന്നെ കൊണ്ട് നീ അവനെ പിടിച്ചു, നീ ഇവനെ പിടിച്ചു എന്ന് പറയും. അപ്പോൾ എനിക്കും നമ്മൾ ആദ്യമായിട്ട് കളത്തിലോട്ട് വരുന്ന ഒരാളാണ്. കാര്യം ഗ്രാൻഡ് ഫാദർ നടത്തി ആ കൂടെ നടന്നതൊക്കെ പരിചയങ്ങളുണ്ടെങ്കിലും പക്ഷേ ഞാൻ ഇവിടെ ഒരു പുതിയതാണ്, കളത്തിലന്ന് പുതിയതാണ്. അപ്പോൾ ആ ഒരു ഇത് പുള്ളി മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അന്നത്തെ അസോസിയേഷൻ പ്രസിഡന്റിനെ ഞാൻ എന്തിനടിക്കണം? പുള്ളി പറഞ്ഞിട്ട് എത്രയോ പേരുമായിട്ട് ഞാൻ വെറുതെ ഒരു കാര്യമില്ല വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. പുള്ളിക്ക് വേണ്ടിയിട്ട് പോകും. പുള്ളിക്ക് തല്ല് കിട്ടാതെ നമ്മൾ നോക്കും. അത് എന്തായാലും കൂടുതൽ നിൽക്കുന്നവനെ ഇട്ടിട്ട് ഞാൻ പോകലായിരുന്നു. അത് പുള്ളിക്കും അറിയാം. അപ്പം പുള്ളിക്ക് എന്നാന്ന് വെച്ചാൽ പിന്നെ പുള്ളിയോട് ഞാൻ എതിർത്തപ്പം പിന്നെ ഞാൻ ഇല്ലെന്നാകേണ്ടത് പുള്ളിയുടെ ആവശ്യമാണ്. അത് പുള്ളി പരമാവധി നോക്കി. അപ്പം ഞാൻ ബസ് സർവീസിലേക്ക് വരുന്നതിന് പുള്ളിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അപ്പം ഞാൻ ബസ് സർവീസിൽ വന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും പുള്ളി പിന്നെ എന്നെ തകർക്കാന്നുള്ള എൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ തകർക്കാനാണ് നോക്കിയത്. അത് നടക്കാനായപ്പം ലാസ്റ്റ് നേരെ എതിർക്കുകയായിരുന്നു. മനോജായിട്ട് ഇപ്പോഴും നമ്മൾ വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും എല്ലാം ചെയ്യും, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ വീഡിയോ ചെയ്തപ്പോഴേ ഇപ്പം പല അഭിപ്രായങ്ങൾ വന്നു, പലരും പലതും ചോദിച്ചതായിട്ട് പറഞ്ഞു. നമ്മൾ അതിലേക്കാണ് ആദ്യം വന്നത്. ഇതിൻ്റെ താഴെ, ആ വീഡിയോയ്ക്ക് താഴെ വേറെ ചില കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കുന്നത്, താങ്കൾക്ക് മര്യാദയ്ക്ക് സർവീസ് നടത്തിയാൽ പോരെ, വെറുതെ വെല്ലുവിളിക്കാൻ പോണോ? പിന്നെ മറ്റൊരാൾ ചോദിച്ചിരിക്കുന്നത്, വെറുതെ വായ്ത്താളം അടിച്ച് പണി ഇരന്നു വാങ്ങേണ്ട, ഈ വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? എത്രയോ ബസ് ഉടമസ്ഥരുണ്ട് കേരളത്തിൽ, റോബിനെ മാത്രം എന്തുകൊണ്ട് MVD എതിർക്കുന്നു? പിന്നെ പാല ഉള്ള ഇവൻ്റെ വണ്ടി KL8, ഇതൊക്കെ വിശ്വസിക്കാൻ കുറേ മണ്ടന്മാർ. എന്താണ് ഇതിനോടൊക്കെ ഒരു പറയാനുള്ളത്? KL8 എന്ന് പറയുന്നതിൻ്റെ അകത്ത് പറഞ്ഞത് ശരിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഡിസംബർ 26-ാം തീയതി മുതൽ ഇങ്ങോട്ട് ജൂൺ 30 വരെ കണ്ടിന്യൂസ് എൻ്റെ വണ്ടി ഓടി സർവീസ് നടത്തി. അപ്പോൾ തൃശ്ശൂരുള്ളൊരു വ്യക്തി, ആൾക്ക് ഈ പാഴ്സൽ സർവീസൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പുള്ളിയെ മോട്ടിവേറ്റ് ആയിട്ട് പുള്ളി അതിൻ്റെ നിയമങ്ങളെല്ലാം എടുത്ത് പഠിച്ചിട്ട് ആ പഠിച്ചതിൽ നിന്ന് പുള്ളിക്ക് ഇത് നടത്താവുന്ന സർവീസാണെന്ന് പുള്ളി കണ്ടു. പുള്ളി 1 അല്ല 4 ബസ് എടുത്തു. പുള്ളി 2 കോഴിക്കോട് കോയമ്പത്തൂരും 2 തൃശ്ശൂർ കോയമ്പത്തൂരും എറണാകുളം കോയമ്പത്തൂരും ഓടാൻ വേണ്ടിയാണ് എടുത്തത്. അങ്ങനെ എടുത്തു കഴിഞ്ഞ് പുള്ളി അതിൻ്റെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്ത് പുള്ളിയുടെ ഉണ്ടായിരുന്ന ബിസിനസ്സിന് ഒരു ചെറിയ തട്ടുകേട് പറ്റി. അപ്പോൾ പുള്ളിക്ക് ഈ ബസ് അവിടെ നിന്ന് ഇറക്കാൻ പറ്റാന്ന് പറഞ്ഞു. പുള്ളി പലരും വഴി നമ്മളോട് ചോദിച്ചു, നമുക്കിതെടുത്ത് ഒന്നിച്ച് നടത്താമെന്ന് പറഞ്ഞു. അപ്പം പങ്കുകച്ചവടം ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പങ്കുകച്ചവടം എന്നും പരാജയത്തിലേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് പങ്കുകച്ചവടത്തിന് ഞാനില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, വണ്ടി ഞാൻ തന്നേക്കാം. ഒരു നോമിനലായിട്ടുള്ള വിലയ്ക്ക് പുള്ളി എനിക്ക് വണ്ടി തന്നു. അത് ഫിനാൻസ് അടക്കം ഞാൻ മേടിച്ചു. ഫിനാൻസ് ഞാൻ അടയ്ക്കണം.
ഇപ്പോൾ ഈ പറയുന്നവരോട് പറയാനുള്ളത്, ആ വണ്ടി ഇപ്പോൾ എൻ്റെ പേരില്ല, ബേബി ഗിരീഷ് എന്നാണ് എൻ്റെ പേര്. കമ്പ്യൂട്ടറിൽ RT ഓഫീസിലും പോയി നോക്കിയാൽ അറിയാം. ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ പെർമിറ്റിന് അപേക്ഷ ഇട്ടിട്ടുണ്ട്. ആ ഓൾ ഇന്ത്യ പെർമിറ്റ് വരുന്നത് എൻ്റെ പേരിലായിരിക്കും. ഈ അവനവൻ്റെ പേരിൽ മാത്രം വണ്ടി ഇട്ടാലേ നടത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനി കേരളത്തിൽ പല സർവീസും നടക്കാൻ പറ്റില്ല. കാരണം ബേസിക്കലി ഇത് ആരാണെന്ന് എനിക്കറിയില്ല, അവനെ കൊണ്ട് ജീവിതത്തിൽ ഒരു മുട്ടുസൂചി മേടിക്കാൻ പോലുമുള്ള സംവിധാനം ഇല്ലാത്തവനാണ്. അവന് മറ്റൊരാൾ ചെയ്യുന്ന വേണ്ടിയിട്ട് അതിനോട് അവനെ എങ്ങനെ തകർക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടം സമൂഹം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതിൽ ഒരു തന്നെ അതിന് പറയാനുണ്ട്. അഹങ്കാരം കൊണ്ടാണോ സർക്കാരിനെതിരെ, മോട്ടോർ വാഹന വകുപ്പിനെതിരെയൊക്കെ ഇങ്ങനെ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നത്? അങ്ങനെയുള്ള കമന്റുകളൊക്കെ കാണുന്നുണ്ട്. ഇതിന് അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആർക്കും ചെയ്യാവുന്ന ഒരു തൊഴിൽ സംരംഭമാണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന സംഭവമൊന്നുമില്ല. ഒരു കാര്യം ചെയ്തിട്ട് ഈ പറഞ്ഞ അഹങ്കാരമാണെന്ന് പറയുന്നവർക്ക് ഒരു ബസ് മേടിച്ച് ഒരു പൊതുഗതാഗത സംവിധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരും മാത്രം യാത്ര ചെയ്യാനല്ല ഇത് ഉണ്ടാക്കിയത്. ഇത് നാട്ടുകാർക്കൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പറ്റുന്നവർ കയറുന്നുമുണ്ട്. ഈ പറഞ്ഞ കമൻ്റ് ഇട്ട വ്യക്തി ഒരു ബസ് മേടിച്ച് ഒന്നും നടത്തട്ടല്ലേ ഒരെണ്ണം. അത് അഹങ്കാരമായിട്ട് കൊണ്ടുണ്ട്. അവൻ്റെ അവകാശമാണ്, അവൻ നടത്തട്ടെ ഒന്ന്. അതുപോലെ ഈ കേരളത്തിലെ തൊഴിലവസരങ്ങളും വ്യവസായങ്ങളും തകർത്ത് ഇവിടുത്തെ ചെറ്റകൾക്കെതിരെയുള്ള പ്രതിഷേധമാണ് നിങ്ങൾക്കുള്ള പിന്തുണ. ഇത് തന്നെയല്ലേ നമ്മുടെ ആദ്യ എപ്പിസോഡിൽ ചേട്ടൻ പറഞ്ഞത്, ഇവിടുത്തെ സംവിധാനത്തിനെതിരെയുള്ള ഒരു അമർഷം. അതാണ് റോബിൻ ഗിരീഷിനുള്ള പിന്തുണയായിട്ട് വരുന്നത്. അല്ല ഗിരീഷ് വലിയ സംഭവമാണെന്ന് കണ്ടിട്ടല്ല. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാനൊരു സംഭവമല്ല. ഞാനിത് ചോദ്യം ചെയ്തു. ഇങ്ങനെ നിയമമുണ്ട്, ആ നിയമം എന്തുകൊണ്ട് ആ നിയമത്തിൻ്റെ ആനുകൂല്യത്തിൽ എൻ്റെ വണ്ടി ഇങ്ങനെ ഓടാൻ പറ്റും? നമ്മൾ ആദ്യം ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രേക്ഷകർ ആദ്യ വീഡിയോ ചെയ്തതിന് ശേഷം പ്രേക്ഷകർ ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഫോണിലൂടെയും മെസ്സേജിലൂടെയൊക്കെ ചോദിച്ചു. അതിന് ഒരു വ്യക്തത വരുത്തുക എന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം എന്ന നിലയിൽ നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. അതിന് കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും, കാരണം അദ്ദേഹം ഒരുപാട് യാത്രകളിലായിരുന്നു, സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കും അതല്ലാതെ തൊഴിലിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരുപാട് യാത്രകളിലായിരുന്നു. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ കോട്ടയത്ത് RTIയുടെ യോഗം ചേരുകയാണ്. അതിനിടയ്ക്ക് കുറച്ച് സമയമാണ്, ഒരു 1.5 മണിക്കൂറാണ് നമുക്ക് വേണ്ടി വിട്ടു തന്നത്. അപ്പം അതിനിടയ്ക്കാണ് നമുക്ക് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടിയത്. അപ്പം ഞങ്ങൾ താഴത്തങ്ങാടിയിലുള്ള ട്വിൻസ് കഫേ എൻ്റെ സുഹൃത്തിൻ്റെ തന്നെയാണ്, സുഹൃത്തുക്കളുടെയാണ്. അവർ ഇരട്ട സഹോദരങ്ങളാണ്. അവരാണ് നമുക്ക് ഈ ഒരു പശ്ചാത്തലം ഒരുക്കി തന്നത്. പ്രേക്ഷകർ നമ്മളോട് ഫോണിലൂടെയും അല്ലാതെ മെസ്സേജിലൂടെയൊക്കെ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരം ഈ എപ്പിസോഡിൽ നിന്ന് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അതിനുള്ളൊരു എളിയ ശ്രമമാണ് നമ്മളിപ്പോൾ നടത്തിയത്. എന്തായാലും ഗിരീഷ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ ബസ് സർവീസിനും അദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്കും കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി ഗിരീഷ് ചേട്ടാ. താങ്ക് യു. ഞാൻ ഓടിക്കോട്ടെ.